أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ ചർച്ച ചെയ്ത ആയത്ത് വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, അവിവാഹിതരായ ആളുകളെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരുടെ വലിയ രക്ഷകർത്താക്കൾ, അർഹരായ ആളുകളിലേക്ക് കൈപിടിച്ചു കൊടുക്കണം. അവർക്ക് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി കുടുംബജീവിതത്തിൻ്റെ തർത്തീബുകൾ ചെയ്തു കൊടുക്കണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇയകൂനു ഫഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർ ഇപ്പം നിലവിൽ ദാരിദ്ര്യത്തിനെ ഭയപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ ശേഷിയില്ലാത്തവരാണെങ്കിൽ പോലും പിന്നീട് ഇൻഷാ അല്ലാഹു അവർക്ക് ഐശ്വര്യത്തിൻ്റെ വഴി കൊടുക്കും എന്നാണ് അള്ളാഹു പരാമർശിച്ചത്. ശേഷം അള്ളാഹു പറയാണ്, വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ. ഇനി ഒരാൾക്ക് വിവാഹം ചെയ്യാനുള്ള യാതൊരു രീതിയിലുള്ള ഉപാധിയും അയാളെ കയ്യിലില്ല. പുരുഷനാണെങ്കിൽ മഹ്ർ കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതയും അയാളുടെ മുമ്പിലില്ല. ഈ പറഞ്ഞ പോലെ അയാൾക്ക് ചെലവിന് കൊടുക്കാനുള്ള ഒരു ഉപാധിയും അയാളുടെ മുമ്പിലില്ല എങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ഹറാമിലേക്ക് പോകണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. വൽയസ്തഅഫിഫ്, അയാളുടെ ഈ പറഞ്ഞ പോലെ ശാരീരികമായ ആവശ്യങ്ങളെയും ആ പറഞ്ഞ പോലെ അങ്ങനത്തെ ചിന്തകളെയും കാര്യങ്ങളെയും അയാൾ നിയന്ത്രിച്ച് പാതിവൃത്യം സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുണ്ടായി, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങൾക്ക് ചെലവിന് കൊടുക്കാനും അതുപോലെ മഹറിനും ശാരീരിക ക്ഷമതയൊക്കെ ഉണ്ടെങ്കിൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജി, അത് കണ്ണുകളെ സൂക്ഷിക്കാനും അതുപോലെ ഈ പറഞ്ഞ പോലെ രഹസ്യഭാഗത്തിനെ സംരക്ഷിക്കാനും എളുപ്പമാണ്. ഇനി ഫമല്ലം യസ്തതി, അതിനൊരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പെടുത്തുകൊണ്ട് പരിച സ്വീകരിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാഅൻ, കാരണം നോമ്പ് അവന് ഈ രീതിയിലുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ആയത്ത് അതിൻ്റെ സമാനമായ ഒരു വിശദീകരണമാണ്. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു എപ്പോഴാണോ അവനിക്ക് വിവാഹം ചെയ്യാനുള്ള ശേഷി അള്ളാഹു നൽകുന്നത് ആ കാലം വരെ അവൻ പിന്നെ ഈ പറയപ്പെട്ട രീതിയിൽ ഇസ്തിഅഫാഫ് ചെയ്യണം എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അത് ചെയ്യാൻ മാത്രമല്ല, അതിനോട് ദുആ ചെയ്യാനും നബിതങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സിഹ്ഹത വൽ ഇഫ്ഫത, ഇഫ്ഫത്തിനെ പ്രത്യേകം ചോദിക്കാൻ, ആ പാതിവൃത്യത്തെ മരണം വരെ നിലനിർത്താൻ അള്ളാഹുവിനോട് ചോദിക്കാനും ഹബീബ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇനി അള്ളാഹു മറ്റൊരു വിഷയം പറയാണ്, വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത് ഐമാനുക്കും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിലൊക്കെ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അടിമത്തം എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു പ്രഖ്യാപനത്തിൽ കൂടി പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അടിമത്ത മോചനം എന്ന് പറയുന്നത്. നാളെ ഒരിക്കൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നാളെ മുതൽ നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് വിരിച്ചു വിട്ടാൽ, മുമ്പ് അങ്ങനെ ചെയ്തിട്ട് പ്രശ്നമായ വലിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ അടിമത്തത്തിനെതിരെ പ്രഖ്യാപനം നടത്തി എന്ന് പറയുന്ന ആളുകളൊക്കെ അവർക്ക് മോചനം കിട്ടിയിട്ട് ഒരാഴ്ച രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ അവർ വീണ്ടും അടുത്ത റാലി നടത്തുകയാണ്, വി വാണ്ട് ബ്രെഡ് എന്നും പറഞ്ഞിട്ട്. കാരണം അവർ ഈ കുറേ കാലങ്ങളായിട്ട് ശീലിച്ചു വന്നൊരു ശീലമുണ്ട്. ഒരു യജമാൻ്റെ കീഴിൽ പണിയെടുത്ത് അവർക്ക് ചിലവ് നോക്കേണ്ട, യജമാൻ ഇവർ ചിലവ് നോക്കിക്കോളും, അവരെ വസ്ത്രം നോക്കിക്കോളും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാവരും മോചിപ്പിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാം വ്യവസ്ഥാപിതമായിട്ടാണ് ഇവർക്ക് മോചനത്തിൻ്റെ വഴികൾ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു രീതിയാണ് മുക്കാത്തബത്ത് എന്ന് പറയുന്നത്. ഒരു അടിമ മോചിപ്പിക്കപ്പെടാൻ ഇസ്ലാമിൽ കുറേ വകുപ്പുകളുണ്ട്. ഇപ്പം നമുക്കറിയാം, പല തെറ്റുകൾക്കും പ്രായശ്ചിത്തമായ അടിമമോചനം പറഞ്ഞിട്ടുണ്ട്. റമളാനിൽ ഭാര്യയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ വധം ചെയ്തു പോവുക അന്യായമായി, ഇതിനൊക്കെ പ്രായശ്ചിത്തം പറഞ്ഞത് ഫതഹരീറു റഖബത്തി മുഅ്മിന എന്നാണ്. ഒരു മുഅ്മിനായ പിന്നെ അടിമയെ മോചിപ്പിക്കണമെന്നാണ്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ പ്രോത്സാഹനവും അടിമ മോചനത്തിലേക്ക് തന്നെയാണ്. പിന്നെന്താണ്, ഒരു യജമാൻ അടിമനോട് പറയുകയാണ്, ഞാൻ മരിച്ചാൽ നീ മോചിപ്പിക്കപ്പെട്ടവനാണ്, മുദബ്ബറായ അടിമ എന്ന് പറയും. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യജമാന മരിക്കലോട് കൂടിയിട്ട് ഈ വ്യക്തി എന്താവും, മോചിപ്പിക്കപ്പെട്ടവനാകും. മറ്റൊരു രീതിയാണ് മുക്കാത്തബത്ത്. മുക്കാത്തബത്ത് എന്ന് പറഞ്ഞാൽ അടിമനോട് ഉടമ പറയാണ്, നീ എനിക്ക് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെന്ത് ചെയ്യാം, മോചിപ്പിക്കാം. അപ്പോൾ ഇതിന് മുക്കാത്തബത്തിൻ്റെ കരാർ എന്ന് പറയും. അപ്പോൾ അള്ളാഹു പറയാണ്,
വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളോട് നിങ്ങളുടെ കീഴിലുള്ള അടിമകൾ വന്നിട്ട് മുക്കാത്തബത്തിന് ആവശ്യപ്പെടുകയാണെങ്കിൽ, അടിമമെന്ന് പറയാണ് ഞങ്ങൾക്ക് 2 ലക്ഷം തരാം, 3 ലക്ഷം തരാം, നിങ്ങൾ എനിക്ക് മോചനം നൽകണമെന്ന് പറഞ്ഞാൽ ഫകാതിബൂഹും, നിങ്ങൾ ആ കരാറിൽ ഏർപ്പെടണം. അവന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണം. ഇൻ അലിംതും ഫീഹിം ഖൈറ, നിങ്ങൾ അയാൾക്ക് അത് വീട്ടാനുള്ള കഴിവുണ്ട്, അയാൾക്ക് അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ കരാറിൽ ഏർപ്പെടണം എന്ന് ശർഅ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾ അവർക്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ 2 ലക്ഷം രൂപക്ക് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ശർഅ് പറയുന്നത് 2 ലക്ഷം രൂപ അടിമയാണ് ആർക്ക് കൊടുക്കേണ്ടത്? ഉടമക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അള്ളാഹു പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ലക്ഷം നിങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ ആ 2 ലക്ഷത്തിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യുക, ഓനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, ഫുള്ള് വാങ്ങരുത്. രണ്ടാമത്തെ രീതി, 2 ലക്ഷമാണ് പറഞ്ഞത് എങ്കിൽ പോലും ഇപ്പോൾ ഗഡുക്കളായിട്ടാണല്ലോ അടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 ടൈം പേയ്മെൻ്റ് അല്ല ഉണ്ടാവല്, ഗഡുക്കളായിട്ടാണ് ഇത് സാധാരണ തർത്തീബ് ചെയ്യാറുള്ളത്. അപ്പോൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് അങ്ങനെ എത്തുമ്പോൾ ആ അടവ് നിങ്ങൾ എന്താക്കി കൊടുക്കണം? ഒഴിവാക്കി കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അവസാനത്തെ ഗഡുവാണ് ഒഴിവാക്കി കൊടുക്കൽ. കാരണം ആദ്യം തന്നെ ഒഴിവാക്കി കൊടുത്തതിന് പിന്നെ മടിയനാവും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ പറയുമ്പോൾ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ 2 ലക്ഷം വെച്ച് അല്ലെങ്കിൽ 3 ലക്ഷം വെച്ചെങ്കിൽ പോലും അതിലൊരു അളവ് ചെയ്തു കൊടുക്കണം. അവരോടുള്ള ഒരു കരുണ, ആർദ്രത എന്നുള്ള നിലക്ക് ശർഅ് പഠിപ്പിക്കാൻ. അപ്പോൾ അതും സാമൂഹികമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഹസ്സുനൻ ലിതബ്തഗു അറളൽ ഹയാത്തി ദുനിയ. ഇതൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ്. അതായത് അടിമയായ ആണും അടിമയായ പെണ്ണും ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിമയായ പെണ്ണ് ആ യജമാനന് ആ അടിമയായ സ്ത്രീയുമായി പറഞ്ഞ പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, അവരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാം. അതിൽ കവിഞ്ഞിട്ട് ഈ സ്ത്രീയെ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഉപയോഗിക്കാനോ ഇതൊന്നും പാടില്ല. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ, നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത ആ വൃത്തികെട്ട മനുഷ്യൻ, ഓർമ്മയുണ്ടോ? ഈ മനുഷ്യന് ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. മുആദ എന്നായിരുന്നു ആ അടിമപ്പെണ്ണിൻ്റെ പേര്, മുആദ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൻ്റെ കീഴിലുള്ള അടിമപ്പെണ്ണിനെ നിർബന്ധിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ അതിഥികളും മറ്റുള്ള പ്രധാനികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹറാമിന് വേണ്ടി പ്രേരിപ്പിക്കും. എന്നിട്ട് ആ പെണ്ണിന് കിട്ടുന്ന പൈസ ഇവൻ വസൂലാക്കും. അപ്പോൾ അങ്ങനെ വളരെ മോശമായൊരു ഏർപ്പാട് നടത്തിയിരുന്നു. അപ്പോൾ ഈ സ്ത്രീക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി. ആ സ്ത്രീ വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു, ഇങ്ങനെ എന്നെ ബലാത്കാരമായി നിർബന്ധിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ വൃത്തികേടിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് അല്ലാഹു തആല പറയുന്നത്, വലാ തുക്രിഹു ഫതയാതിക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിർബന്ധിക്കരുത് അലൽ ബിഗാഇ, ഈ വൃത്തികേടാകുന്ന വ്യഭിചാരത്തിന്. ഇൻ അറദ്ന തഹസ്സുനൻ, അവർ പാതിവൃത്യത്തിന് ഉദ്ദേശിക്കുമ്പോൾ, ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പാതിവൃത്യം തന്നെയാണ്. അങ്ങനെ ആ പാതിവൃത്യം ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളവരെ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിർബന്ധിക്കാൻ വേണ്ടി പാടില്ല എന്ന് അല്ലാഹു അവരോട് കൽപ്പന നടത്തുകയുണ്ടായി. എന്തിനാണ്? ലിതബ്തഗു അറളൽ ഹയാത്തി ദുനിയ, ഐഹികമായ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും ഉപാധികളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളങ്ങനെ നിർബന്ധിച്ച് കളയരുത്. ഇനി വമൻ യുക്രിഹുന്ന, ആരെങ്കിലും ഈ സ്ത്രീകളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം മുഴുവൻ അത് നിർബന്ധിച്ച ആൾക്കാണ്. ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിൻ ഗഫൂർ റഹീം, ഈ നിർബന്ധിക്കപ്പെട്ട സ്ത്രീകൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റം ലഭിക്കുകയില്ല എന്ന് പഠിച്ചവനായ അല്ലാഹു തആല പറയാൻ. വലഖദ് അൻസൽനാ ഇലൈക്കും ആയാതി മുബയ്യിനാത്തിൻ, തീർച്ചയായും നാം ഇതാ നിങ്ങളിലേക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും ആയാത്തുകളെയും നാം അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലേ? സൂറത്ത് നൂറിൻ്റെ ശേഷം 30ഓളം ആയത്തുകൾ ഒറ്റ വിഷയത്തിൻ്റെ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ച, ഫോക്കസ്. പാതിവൃത്യം. അതുപോലെ മസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ഉപമകളെയും അള്ളാഹു വിശദീകരിച്ചു തന്നു. അല്ലേ? ആയിഷ ബീവിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ചരിത്രപരമായ വസ്തുതകളും അള്ളാഹു പരാമർശിച്ചു. വമൗഇളതൻ, അള്ളാഹു ഉപദേശത്തിനെയും പരാമർശിച്ചു. ലിൽ മുത്തഖീൻ, ആർക്കാണ് ഈ ഉപദേശങ്ങളൊക്കെ പരാമർശിച്ചത്? മുത്തഖീങ്ങൾക്കാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗുണം ചെയ്യുക ആർക്ക് ഉണ്ടാവും? അള്ളാഹിനെ പഠിക്കുന്ന ആളല്ലേ ഇതെല്ലാം നോക്കൂ. അള്ളാഹിനെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്താണ് ഇതൊക്കെ ചിന്തിക്കാനുള്ളത്? ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഓരോ മുഅ്മിനായ ആണിനും പെണ്ണിനും അവൻ്റെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകുവാനും അവനുമായി ബന്ധപ്പെട്ടവരിലും ഈ പറയപ്പെട്ട ഖൈറുണ്ടാക്കുന്നതിന് വേണ്ടി വളരെ വിശാലമായി, ശരിക്കും ഇത്ര നിസ്കാരത്തിനെ പോലും ഇങ്ങനെ ഇത്ര കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഖുർആൻ നോക്കിക്കോ, നിസ്കാരത്തിനെ പറ്റി ഒരു അഖീമുസ്സലാഹ് എന്നൊരു പറച്ചിൽ പറഞ്ഞങ്ങ് പോകും. പിന്നെ ഉള്ള നിസ്കാരത്തിനെ പറ്റി വലിയ ആയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ലാ തഖറബുസ്സലാത്ത വഅൻതും സുക്കാറ എന്നൊരു ആയത്ത്. ആ ആയത്തിന് കൂടുതൽ ചർച്ച തയമ്മുമിനെ പറ്റിയിട്ടാണ്. പിന്നെയുള്ളത് യുദ്ധത്തിൻ്റെ വേളയിൽ ഭയത്തിൻ്റെ സന്ദർഭത്തിലുള്ള നിസ്കാരമാണ്. വൈദാ കുന്ത ഫീഹിം ഫഖംത ലഹുമുസ്സലാ. അവിടെയും ഒരു അര പേജോളം ആ യുദ്ധത്തിൻ്റെ സമയത്ത് എങ്ങനെ നിസ്കരിക്കണം എന്ന് പറയുന്നതാണ്. അതും ഒരു 6-7 ലൈന് മാത്രമേ ഉള്ളൂ. ആടും കഴിഞ്ഞു. പിന്നെ വിഷയം വേറതിലേക്ക് അള്ളാഹു പരാമർശിക്കേണ്ടേ. പക്ഷേ ഈ വിഷയം ഏകദേശം തുടക്കം മുതൽ, ഒരു സൂറത്തിൻ്റെ തുടക്കം മുതൽ 30-32 ആയത്തോളം അതന്നെ അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതീവ ഗൗരവമേറിയ വിഷയമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ നമുക്കും നമ്മളുമായി